ഒരു ചില്ലി കാശ് പോലും എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. വിഷ്ണുവിനെ ജയിലിൽ നിറയ്ക്കതാ എന്റെ കോമ്പൻസേഷൻ. അതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കണ്ട. ചൂടാവല്ലേ? ഞാനെന്താ കൈവീശി പോണോന്നാണോ സിദ്ധോട്ടൻ പറയുന്നത്? എന്റെ ജീവിതം സിദ്ധോട്ടൻ കാരണം നശിച്ചു പോയത്. അതിനൊരു വിലയില്ലെന്നാണോ? വിലയുണ്ടാവോ ഉണ്ടാവാതിരിക്കോ അതൊന്നും എനിക്കറിയണ്ട. നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ ധാരണയില് സാമ്പത്തികമില്ല. അതിനെയും കൊണ്ടുവരാമല്ലോ. അതിന് ഞാൻ സമ്മതിക്കണ്ടേ? അവസാന നിമിഷം ഓരോ തർക്കങ്ങൾ ഉണ്ടാക്കി ഡിവോഴ്സ് കേസിൽ നിന്നും മാറിയാലുണ്ടല്ലോ. ന്യായം എന്താണോ അത് നടക്കണം. എന്തേ അങ്ങനെയല്ലേ വേണ്ടത്? കാശ് നീ മോഹിക്കണ്ട, അത് നിനക്ക് കിട്ടത്തില്ല. അവനായിരിക്കും കാശ് ചോദിക്കാൻ നിന്നോട് പറഞ്ഞത്, ആ വിഷ്ണു. ആ ആഗ്രഹമൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാ മതി. ഞാൻ കേസ് മുന്നോട്ട് കൊണ്ടുപോകും. അതിനെന്തെങ്കിലും തടയിടാൻ വന്നാ പിന്നെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ചില ഡിമാൻഡ്സ് ഉണ്ട്, അതപ്പോ പറയാം, കേസിന്റെ സമയത്ത്. ഒന്നും നടക്കില്ല. ആ മോഹം വെച്ച് കോടതി വരാൻ നിൽക്കണ്ട. എന്താ മോളെ സിദ്ധുവായിട്ട് ഒരു രഹസ്യം? അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? ഇനി പറ, എന്താ പ്രശ്നം? നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്നെ തല്ലിയേ? തർക്കുത്തരം പറഞ്ഞാൽ അടി കിട്ടും. ഞാൻ നിന്നേക്കാൾ മൂത്തതാ. മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ആ പറ പറ, എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ പ്രശ്നം? ഡിവോഴ്സിനെ കുറിച്ച് സംസാരിച്ചതാ. കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതി. സിദ്ധു നിന്നോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നല്ലോ, അതെന്തിനായിരുന്നു? ഡി, ഞാൻ കേട്ടു നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് മുഴുവനും. നിനക്ക് നഷ്ടപരിഹാരം വേണമല്ലേ? നഷ്ടപരിഹാരം നീ തിരിച്ച് അവനാ കൊടുക്കേണ്ടത്. നീ ഒറ്റ ഒരുത്തി കാരണം ഈ വീടിനും ഇവിടെ ഉള്ളവർക്കൊക്കെ എന്തുമാത്രം പ്രയാസം ഉണ്ടെന്നറിയോ? അതിനൊക്കെ ആര് സമാധാനം പറയൂടി? അതെ, ഇത് ഞാനും സിദ്ധോണ്ണൻ തമ്മിലുള്ള പ്രശ്നം. ഓർമ്മയും വെളിവില്ലാത്തവർ ഇതി കയറി അഭിപ്രായം പറയണ്ട. ആർക്കാടി ഓർമ്മയില്ലാത്തത്? ആർക്കാടി ഓർമ്മയില്ലാത്തത്? എനിക്കെല്ലാം ഓർമ്മയുണ്ട്.